നന്ദനം പാർട്ട് 14. രചന അരുൺ എസ് ഡാനി. നമ്മുടെ ഈ കഥയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വേറൊരു ചാനലിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മളിത് മോണിറ്റൈസേഷൻ ആയിട്ടപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പം നമ്മൾ വീണ്ടും മോണിറ്റൈസേഷന് കൊടുക്കുമ്പം റീയൂസ്ഡ് കണ്ടന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റിയത് കേട്ടോ. അപ്പം ബാക്കി ഭാഗങ്ങൾ വായിക്കേണ്ടവർ ആ പ്ലേലിസ്റ്റിൽ നിന്ന് വായിക്കുക. അഭിരാമി ഭിത്തിയിൽ കണ്ടത് ഒരു കുഞ്ഞു കൈപ്പത്തിയായിരുന്നു. വെളുത്ത ചുമരിൽ ഒരു ഭാഗത്ത് ചുവന്ന ചായത്തിൽ മുക്കിയ ഒരു കൊച്ചുകുട്ടിയുടെ കൈപ്പത്തിയുടെ അടയാളം. ആ അടയാളത്തിലേക്ക് അഭിരാമി കൗതുകത്തോടെ നോക്കി നിന്ന് അല്പനേരം. പിന്നീട് എപ്പോഴോ ചുവര് പെയിന്റ് അടിച്ചപ്പോഴും ഈ അടയാളം മറഞ്ഞു പോവാതിരിക്കാൻ അതിനുമേലെ ഒട്ടും തൊടാത്ത വണ്ണമാണ് പിന്നെ പെയിന്റ് അടിച്ചിട്ടുള്ളത്. ദത്തൻ സാറിന്റെ മക്കളുടെ ആരുടെയെങ്കിലും ആകാം ഒരുപക്ഷേ ആ കൈപ്പാട്. അഭിരാമി മനസ്സിൽ ചിന്തിച്ചു. വൈകാതെ അവൾ ആ മുറിക്ക് വെളിയിലിറങ്ങി വീടിനകമൊക്കെ നടന്ന് കാണാൻ തുടങ്ങി. അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണതെന്ന് അഭിരാമിക്ക് മനസ്സിലായി. ആ വീട്ടിൽ നിൽക്കുമ്പോൾ സർഗാത്മകമായ എന്തോ ഒരു അനുഭൂതി തന്നെ പൊതിയുന്നത് പോലെ ഒരു പ്രതീതി നിറഞ്ഞു അഭിരാമിയുടെ മനസ്സിൽ. വീടിനകം നടന്ന് കാണുമ്പോൾ അഭിരാമി കണ്ടു, എല്ലാ മുറിയിൽ നിന്നും വാതിൽ തുറന്നാൽ എത്തുന്നത് ഹാളിലേക്കാണ്. ഹാളിനോട് ചേർന്നുള്ള ഒന്ന് രണ്ട് മുറി അവൾ തുറന്നു നോക്കി. നല്ല വൃത്തിയായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ മുറികൾ ഒരുപക്ഷെ വീട്ടിൽ വരുന്ന അതിഥികൾക്കും പിന്നെ ചിലപ്പോൾ രാമേട്ടൻ താമസിക്കുന്ന മുറികളുമൊക്കെ ആയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. ആ മുറി പൂട്ടിയിട്ടിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവളത് തുറക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണെന്നും മനസ്സിലായി. എല്ലാ മുറികളും തുറന്നു കിടക്കുമ്പോൾ ഈ മുറി മാത്രം എന്തിനാവും പൂട്ടിയിട്ടിരിക്കുന്നത്? കുട്ടി, ആ മുറി തുറക്കാൻ ശ്രമിക്കേണ്ട. അത് ദേവൻ കുഞ്ഞിന് ഇഷ്ടപ്പെടില്ല. ചിന്തകളിൽ മുഴുകിയ അഭിരാമിയെ പെട്ടെന്ന് രാമേട്ടന്റെ വിളി ചിന്തകളിൽ നിന്നും ഉണർത്തി. അവൾ പുഞ്ചിരിയോടെ രാമേട്ടനെ നോക്കി. ചായയും പലഹാരങ്ങളുമായി രാമേട്ടൻ അവളെയും കാത്ത് ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. രാമേട്ടന്റെ മിഴികളിൽ അതിയായ വാത്സല്യം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെട്ടു അഭിരാമിക്ക്. അവൾ ഒട്ടും നിനയ്ക്കാതെ രാമേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ ഇരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നു. അവളുടെ എതിരെയായി രാമേട്ടൻ പലതും അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. തന്നോട് സംസാരിക്കുമ്പോൾ രാമേട്ടൻ തന്നോട് വാക്കുകളിലും പ്രവൃത്തികളിലും കാണിക്കുന്ന വാത്സല്യം അവളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. രാമേട്ട, എന്തേ ആ മുറി തുറക്കരുതെന്ന് പറഞ്ഞത്? തന്നെ തുറക്കുന്നതിൽ നിന്നും വിലക്കിയ മുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിരാമി രാമേട്ടനോട് ചോദിച്ചു. ആ മുറിയിലേക്ക് ആരും കയറുന്നത് ദേവൻ കുഞ്ഞിന് ഇഷ്ടമല്ല. ഞാൻ പോലും ആ മുറിയിൽ കയറിയിട്ട് വർഷങ്ങളായി. അതിന്റെ താക്കോൽ മിക്കവാറും ദേവൻ കുഞ്ഞിന്റെ അടുത്തേ കാണൂ. രാമേട്ടൻ മറുപടി നൽകി. അതിന് മാത്രം എന്താ ആ മുറിക്കത്തെ പ്രത്യേകത? അഭിരാമി നിറഞ്ഞ കൗതുകത്തോടെ ചോദിച്ചു. അത് ദേവൻ കുഞ്ഞിന്റെയും ലച്ചുമോളുടെയും മുറിയായിരുന്നു. രാമേട്ടൻ മറുപടി നൽകുമ്പോൾ അദ്ദേഹം പഴയ എന്തോ ഓർമ്മകളിലാണെന്ന് അഭിരാമിക്ക് തോന്നി. ലച്ചു, ദത്തൻ സാറിന്റെ കഥയിലെ നായിക. അപ്പോൾ കഥയിലുള്ള അതേ പേര് തന്നെയായിരുന്നു ദത്തൻ സാറ് ഭാര്യയെയും വിളിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അതാവുമെന്ന് വിചാരിച്ചില്ല. മിക്ക കഥാകൃത്തുക്കളും യഥാർത്ഥ കഥ എഴുതുമ്പോൾ കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ മാറ്റും. ദത്തൻ സാറ് കഥയിൽ നായകന്റെ പേര് മാത്രം മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ. അഭിരാമി ആലോചിച്ചിരുന്നു. രാമേട്ട, ലച്ചു ദത്തൻ സാറിന്റെ ഭാര്യയായിരുന്നു? തനിക്കറിയാമെങ്കിലും അറിയാത്ത ഭാവം നടിച്ചുകൊണ്ട് അഭിരാമി ചോദിച്ചു. രാമേട്ടൻ അതേന്ന് തലയാട്ടി. ശരിക്കും ദത്തൻ സാറിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? എന്തിനാ ദത്തൻ സാറിൽ നിന്നും അവർ വേർപിരിഞ്ഞത്? അഭിരാമി മടിച്ചുകൊണ്ടെന്ന പോലെ രാമേട്ടനോട് ചോദിച്ചു. പെട്ടെന്ന് രാമേട്ടന്റെ മുഖം വിവർണമായി. ആ ചോദ്യം അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ആ മുഖഭാവങ്ങളിലൂടെ വ്യക്തമായിരുന്നു. കുട്ടി, ആവശ്യമുള്ളത് അറിഞ്ഞാൽ പോരെ. ദത്തൻ കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊന്നും ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. രാമേട്ടന്റെ മറുപടിയിൽ നീരസം കലർന്നിരുന്നു. രാമേട്ട, ഞാൻ ചോദിച്ചത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ഞാൻ ചോദിച്ചത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ദത്തൻ സാറും ലച്ചുവും വീണ്ടും കണ്ടുമുട്ടണമെന്നും അവർ തമ്മിൽ വീണ്ടും ഒരുമിക്കണമെന്നും രാമേട്ടൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലേ? അഭിരാമിയുടെ ചോദ്യത്തിന് രാമേട്ടന് പെട്ടെന്ന് ഉത്തരമുണ്ടായിരുന്നില്ല. അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. അഭിരാമിയുടെ ചോദ്യത്തിൽ നിന്നും രാമേട്ടൻ അപ്പോൾ ചിന്തിച്ചത്, ചോദിക്കേണ്ടത് ആരോടായാലും ഒരു ഭയവുമില്ലാതെ ചോദിക്കുന്ന പണ്ടത്തെ ദേവദത്തന്റെ സ്വഭാവമായിരുന്നു. കുട്ടി, ദേവൻ കുഞ്ഞും ലച്ചുമോളും വീണ്ടും ഒരുമിക്കുന്നതിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. പക്ഷേ ദേവൻ കുഞ്ഞിന്റെ ജീവിതത്തെപ്പറ്റി മൂന്നാമതൊരാൾ അറിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇരുവർക്കുമിടയിൽ തളം കെട്ടിക്കിടന്ന മൗനത്തെ ഭഞ്ജിച്ചുകൊണ്ട് രാമേട്ടൻ മറുപടി നൽകി. രാമേട്ട, സാറും ഭാര്യയും തമ്മിൽ വീണ്ടും ഒരുമിക്കണമെന്ന് രാമേട്ടൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സാറിന്റെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാമേട്ടൻ അറിയാവുന്നത് മറ്റൊരാളിനോട് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. വർഷങ്ങൾ ഇത്രയായില്ലേ അവർ തമ്മിൽ പിരിഞ്ഞിട്ട്? ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ അതുവഴി അവർ വീണ്ടും ഒരിക്കൽ അതിൽ കൂടുതൽ സന്തോഷം രാമേട്ടനുണ്ടാകുമോ? ഏതായാലും ഞാൻ രാമേട്ടനെ നിർബന്ധിക്കില്ല.
ഇനിയും ദത്തൻ സാർ അറിയുമെന്ന് രാമേട്ടൻ ഭയക്കുന്നുവെങ്കിൽ എന്നിൽ നിന്നും വേറൊരാൾ ഇതറിയില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. വികാരപരമായിട്ട് നേരിട്ട് രാമേട്ടനിൽ നിന്നും അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ ചികഞ്ഞെടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് അഭിരാമി രാമേട്ടനോട് സംസാരിച്ചു. അഭിരാമിയുടെ സംസാരം രാമേട്ടനെ കൂടുതൽ ചിന്താക്കുഴപ്പത്തിലാക്കി. അദ്ദേഹം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ച അഭിരാമിയുടെ ഉള്ളിൽ ഒരു ചിരി നിറഞ്ഞു. തന്റെ നീക്കം വിജയത്തോടടുക്കുന്നത് അഭിരാമിയിൽ ആമോദം നിറച്ചെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ ചായ കുടിക്കുവാൻ തുടങ്ങി. കുട്ടി, ഞാൻ പറയാം, പക്ഷെ ദേവൻ കുഞ്ഞിന് ഒരിക്കലും അറിയരുത്. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം രാമേട്ടൻ സംസാരിക്കാൻ തുടങ്ങി. രാമേട്ടൻ പറഞ്ഞോളൂ, അഭിരാമി മറുപടി നൽകി. എന്തിനാണ് ലച്ചുമോൾ ദേവൻ കുഞ്ഞിനെ വിട്ടുപോയതെന്ന് എനിക്കും അറിയില്ല. ഞാൻ കുഞ്ഞിന്റെ അകന്ന ഒരു ബന്ധത്തിലെയാ. കുഞ്ഞിന്റെ ചെറുപ്പത്തിൽ കുഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പുറത്തായിരുന്നു, വടക്കേ ഇന്ത്യയിൽ എവിടെയോ. കുഞ്ഞിന്റെ കോളേജ് പഠനകാലത്താണ് കേരളത്തിലോട്ട് വരുന്നത്. അവരുടെ തറവാട് വട്ടപ്പാറ ഭാഗത്താണ്. കുഞ്ഞിന്റെ അച്ഛൻ പിന്നെ വാങ്ങിച്ചതാണ് ഈ വീട്. അന്ന് നന്നായി പെയിന്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു ദേവൻ കുഞ്ഞ്. ഇടയ്ക്കിടെ എക്സിബിഷനുകളും ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ടും പിന്നെ കോളേജ് കുറച്ച് അടുത്തായതുകൊണ്ടുമാണ് ഈ വീടെടുത്തത്. അന്ന് തൊട്ടേ കുഞ്ഞിന്റെ കൂടെ ഞാനുമുണ്ട്. ഞാനും കുഞ്ഞും മാത്രമായിരുന്നു ഇവിടെ താമസം. രാമേട്ടൻ ഒന്ന് പറഞ്ഞു നിർത്തി. അപ്പൊ സാറിന്റെ അച്ഛനും അമ്മയും? അഭിരാമി പെട്ടെന്ന് ചോദിച്ചു. അവരിപ്പോൾ തറവാട്ടിലുണ്ട്, പക്ഷേ ദേവൻ കുഞ്ഞുമായി രസത്തിലല്ല. രാമേട്ടൻ മറുപടി നൽകി. രാമേട്ടൻ തന്റെ സംഭാഷണം തുടരാൻ തുടങ്ങി. ഇവിടെ നിന്നും 2-3 വീട് മാറി അപ്പുറത്തായിരുന്നു ലച്ചുമോളുടെ വീട്. ലച്ചുമോളും ദേവൻ കുഞ്ഞും ഒരേ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെട്ടു. ദേവൻ കുഞ്ഞിന് എപ്പോഴോ ലച്ചുമോളോട് ഇഷ്ടം തോന്നി തുടങ്ങി. പക്ഷേ ലച്ചുമോളും ദേവൻ കുഞ്ഞിന്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനുമായി ഇഷ്ടത്തിലായിരുന്നു. അവർ തമ്മിൽ വിവാഹിതരാകുവാനും തീരുമാനിച്ചിരുന്നു. ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും ദേവൻ കുഞ്ഞ് തന്റെ ഇഷ്ടം ഉള്ളിൽ കൊണ്ടു നടന്നു. ലച്ചുമോൾക്ക് ദേവൻ കുഞ്ഞിനെ ഭയങ്കര വിശ്വാസമായിരുന്നു. അന്നൊക്കെ ഇടയ്ക്കിടെ ഇവിടേക്ക് വരുമായിരുന്നു ലച്ചുമോൾ. ലച്ചുമോൾ നല്ലൊരു നർത്തകിയായിരുന്നു. ലച്ചുമോൾ അന്ന് ചില സ്ഥലങ്ങളിലൊക്കെ നൃത്ത പരിപാടികൾക്കൊക്കെ പോകാറുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലേക്ക് ദേവൻ കുഞ്ഞായിരുന്നു ലച്ചുമോളെയും കൊണ്ടുപോകാറുണ്ടായിരുന്നത്. രാമേട്ടൻ പറയുന്നത് ഒരു കൗതുകത്തോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. രാമേട്ട, ഈ ലച്ചുവിനെ പ്രണയിക്കുന്ന ആളും ദത്തൻ സാറും തമ്മിൽ എങ്ങനെയായിരുന്നു? ശത്രുത വല്ലതും ഉണ്ടായിരുന്നു? രാമേട്ടൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അഭിരാമി രാമേട്ടനോട് ചോദിച്ചു. അവർ തമ്മിൽ നല്ല ചങ്ങാതിമാരായിരുന്നു. ആ പയ്യനും ലച്ചുമോളും ഒരുമിക്കട്ടെ എന്ന് തന്നെയായിരുന്നു ദേവൻ കുഞ്ഞും ആഗ്രഹിച്ചിരുന്നത്. ലച്ചുമോളെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ആ പയ്യനെയും ലച്ചുമോളെയും തമ്മിൽ പിരിക്കണമെന്നോ ഒന്നും ദേവൻ കുഞ്ഞിനില്ലായിരുന്നു. അങ്ങനെ പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ലല്ലോ കുട്ടി ഒരു പെണ്ണിന്റെ സ്നേഹം. ലച്ചുമോൾക്കും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു ദേവൻ കുഞ്ഞിന് അവളോടുള്ള ഇഷ്ടം. ദേവൻ കുഞ്ഞിൻ്റെയും ആ പയ്യൻ്റെയും പഠിത്തമൊക്കെ കഴിഞ്ഞു. 2ാമത്തെ വർഷമാണ് ലച്ചുമോളുടെ പഠിത്തം കഴിഞ്ഞത്. അപ്പോഴേക്കും ദേവൻ കുഞ്ഞ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ലച്ചുമോളുടെ പഠിത്തം കഴിഞ്ഞതും മോളുടെ വീട്ടുകാരും ആ പയ്യൻ്റെ വീട്ടുകാരും കൂടി ലച്ചുമോളുടെയും ആ പയ്യൻ്റെയും കല്യാണം ഉറപ്പിച്ചിരുന്നു. അതിനുള്ള ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരുന്നു. അത്യന്തം വ്യസനത്തോടെയാണെങ്കിലും ദേവൻ കുഞ്ഞ് അതിനെല്ലാം സജീവമായി പങ്കുകൊണ്ടിരുന്നു. രാമേട്ടൻ പറയുന്നത് കേട്ടപ്പോൾ അഭിരാമിക്ക് ആ കഥയിൽ വളരെ താല്പര്യമുണർന്നു. അവൾ വായിച്ച കഥയിലും അങ്ങനെ തന്നെയായിരുന്നു. ആ കഥയിലെ ചാരുദത്തൻ അക്കാലത്ത് അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ നന്നായി വിവരിച്ചിരുന്നു. അവൾ വീണ്ടും രാമേട്ടൻ പറയുന്നതിലേക്ക് തന്റെ ശ്രദ്ധ തിരിച്ചു. ലച്ചുമോളുടെയും ആ പയ്യൻ്റെയും കല്യാണം ഉറപ്പിച്ചു. അതിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 1-2 ആഴ്ച കല്യാണത്തിനായി ബാക്കിയുള്ളപ്പോഴാണ് ആ അത്യാഹിതം സംഭവിച്ചത്. രാമേട്ടൻ ഒന്ന് പറഞ്ഞു നിർത്തി. എന്താ രാമേട്ട അത്? അന്ന് സംഭവിച്ചത്? ഉദ്വേഗത്തിൻ്റെ മുൾമുനയിലിരുന്നു കൊണ്ട് അഭിരാമി ചോദിച്ചു. ആ പയ്യനൊരു ബൈക്ക് അപകടത്തിൽ മരിച്ചു. രാമേട്ടൻ മറുപടി നൽകി. രാമേട്ടൻ പറഞ്ഞത് കേട്ട് അഭിരാമി ഞെട്ടി. താൻ അകപ്പെട്ട ഞെട്ടലിൽ നിന്ന് മുക്തിയാവാൻ അഭിരാമി കുറച്ച് നിമിഷങ്ങളെടുത്തു. ലച്ചുവിൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥ അഭിരാമി ചിന്തിച്ചുപോയി. അക്കാലത്ത് ലച്ചുവിനെ പോലെ ഒരു പെൺകുട്ടി എങ്ങനെയാവും ആ സന്ദർഭത്തെ നേരിട്ടിട്ടുണ്ടാവുക? അഭിരാമിയുടെ മനസ്സിൽ രാമേട്ടൻ പറഞ്ഞതോർത്തുള്ള ചിന്തകളുടെ വേലിയേറ്റം തന്നെ നിറഞ്ഞു. പിന്നീട് എന്ത് സംഭവിച്ചു രാമേട്ട? അഭിരാമിക്ക് ആകാംക്ഷയേറി. ആ പയ്യൻ അകാലത്തിലുള്ള മരണം ലച്ചുമോളെ അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കളഞ്ഞു. തളർത്തിയെന്ന് പറഞ്ഞാൽ സമനില തെറ്റിയെന്ന് വേണം പറയാൻ. രാമേട്ടൻ മറുപടി നൽകി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത്. ഭാര്യയായി, കുടുംബിനിയായി ഒരു നദി തൻ്റെ ഇണയായ പാഥോനാഥനിൽ ലയിക്കുന്നത് പോലെ തൻ്റെ പുരുഷനിൽ ലയിച്ചൊരു സ്ത്രീ ജന്മത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയായിട്ടുള്ള ചടങ്ങ്. ഏതൊരു പെൺകുട്ടിയും തൻ്റെ വിവാഹം അടുക്കുമ്പോൾ നിരവധി സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിട്ടുണ്ടാവും. ആ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിക്കൊണ്ട് ആ സുദിനത്തിനായി കാത്തിരിക്കുന്ന വേളയിൽ ഇതുപോലൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും തകർന്നു പോകും. ലച്ചുവിൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച അഭിരാമിയുടെ മനസ്സിൽ ലച്ചു എന്ന താൻ ഇതുവരെ കാണാത്ത സ്ത്രീയോട് എന്തെന്നില്ലാത്തൊരു സഹതാപം നിറഞ്ഞു. അതവളുടെ മുഖത്തും പ്രകടമായി.
രാമേട്ടനും അത് ശ്രദ്ധിച്ചെങ്കിലും അദ്ദേഹം തൻ്റെ സംഭാഷണം തുടർന്നു. മനസ്സ് തകർന്ന ലച്ചുമോൾ ആ ആഘാതത്തിൽ നിന്നും കരകയറാൻ 1.5 വർഷമെടുത്തു. അതും ദേവൻ കുഞ്ഞിൻ്റെ അതിയായ പ്രയത്നം കൊണ്ട്. താൻ അത്രമാത്രം സ്നേഹിക്കുന്ന ലച്ചുവിന് എന്ത് സംഭവിച്ച ദുരന്തത്തിൽ ദേവൻ കുഞ്ഞ് അതീവ ദുഃഖിതനായിരുന്നു. ജോലിക്ക് പോകാതെ പലപ്പോഴും അവധിയൊക്കെ എടുത്ത് ദേവൻ കുഞ്ഞ് ലച്ചുമോളെയും കൊണ്ട് പല മനോരോഗ വിദഗ്ധന്മാരുടെയും അടുത്തും മറ്റും കൊണ്ടുപോകുമായിരുന്നു. ലച്ചുമോളുടെ കൂടെ ചെലവഴിക്കാൻ പറ്റുന്ന സമയമൊന്നും ദേവൻ കുഞ്ഞ് ഒഴിവാക്കില്ലായിരുന്നു. ലച്ചുമോൾ എന്തെങ്കിലും കടുംകൈ ചെയ്യുമോ എന്ന് എപ്പോഴും ദേവൻ കുഞ്ഞ് ഭയന്നിരുന്നു. ദേവൻ കുഞ്ഞിൻ്റെ മനസ്സെപ്പോഴും ലച്ചുമോളുടെ അടുത്തായിരുന്നു. അപ്പോൾ ലച്ചുവിൻ്റെ അച്ഛനമ്മമാർ? രാമേട്ടൻ പറയുന്നതിനിടയിൽ അഭിരാമി ചോദിച്ചു. മകളുടെ കാര്യത്തിൽ സംഭവിച്ച ദുരന്തത്തിൽ അവരും തളർന്നു പോയിരുന്നു. അതും ഒരേ ഒരു മകൾ. അതിനു പുറമെ ലച്ചുമോളുടെ സമനില തെറ്റിയതൊന്നുകൂടി അവരുടെ ദുഃഖത്തിന് ആഴം കൂട്ടി. പിന്നെ ദേവൻ കുഞ്ഞിനെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അവർക്കിടയിൽ ദേവൻ കുഞ്ഞൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തിരുന്നു. അല്ലെങ്കിലും ദേവൻ കുഞ്ഞിൻ്റെ ഇടപെടലിൽ ആരും കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു പോകും. അത്തരത്തിലാണ് ദേവൻ കുഞ്ഞിൻ്റെ എല്ലാവരോടുമുള്ള പെരുമാറ്റം. ലച്ചുമോളെ കുഞ്ഞിൻ്റെ കൂടെ വിടാൻ അച്ഛനമ്മമാർക്ക് ഒരു മടിയോ വിശ്വാസക്കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. 1 വർഷത്തോളം കടന്നുപോയി. 1.5 വർഷമായപ്പോഴേക്കും ലച്ചുമോൾ പതിയെ പതിയെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ കുട്ടികൾ നൃത്ത ക്ലാസ്സുകളൊക്കെ എടുക്കാനും ഒക്കെ തുടങ്ങി. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ലച്ചുമോൾക്ക് പിന്തുണയുമായി ദേവൻ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ലച്ചുമോളുടെ ജീവിതത്തിലെ അടുത്ത ദുരന്തം നടക്കുന്നത്. രാമേട്ടൻ അവസാനം പറഞ്ഞത് കേട്ട് അഭിരാമി അന്തിച്ചുപോയി. ആ ദുരന്തം എന്താവുമെന്നറിയാൻ രാമേട്ടൻ്റെ വാക്കുകൾക്കായി അവൾ കാത്തിരുന്നു. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണേ. വായിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബേഴ്സ് ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാതെ പോയത്.